Hi all, seminar topic is Data Link Controls. Data link control is the service provided by the data link layer to provide reliable data transfer over the physical medium. For example, in the half duplex transmission mode, one device can only transmit the data at a time. If both the devices at the end of the links transmit the data simultaneously, they will collide and leads to the loss of the information. The data link layer provides the coordination among the devices so that no collision occurs. ഡാറ്റ ലിങ്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സർവീസാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുമ്പം വൺ ഡിവൈസ് ക്യാൻ ഓൺലി ട്രാൻസ്മിറ്റ് ദ ഡാറ്റ അറ്റ് എ ടൈം. ഒരു ഡിവൈസിനോ അറ്റ് എ ടൈം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ബോത്ത് ഡിവൈസും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൊളൈഡ് ചെയ്യും ആൻഡ് ലീഡ്സ് ടു ദ ലോസ് ഓഫ് ഇൻഫർമേഷൻ. പക്ഷേ ഈ ഡാറ്റ ലിങ്ക് ലെയറിലൂടെ കൊളീഷൻ ഇല്ലാണ്ട് തന്നെ എന്താണ് ഇത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ്സ് 3 functions: ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ. ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ who should send the data. Flow control, how much data should be sent. Error control, how can errors be detected and corrected. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇതാണ് ലൈൻ ഡിസിപ്ലിൻ. ലൈൻ ഡിസിപ്ലിൻ is a functionality of the data link layer that provides the coordination among the link system. It determines which device can send and when it can send the data. Line discipline can be achieved in 2 ways: ENQ-ACK and poll or select. ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ലിങ്ക് സിസ്റ്റത്തിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഡിസിപ്ലിൻ. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഏത് ഡിവൈസാണ് ഡാറ്റ സെൻഡ് ചെയ്യുക, എപ്പോഴാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ലൈൻ ഡിസിപ്ലിൻ ആണ് പറയുക. അതിന് ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ 2 ways: ENQ or ACK and poll or select. First one, ENQ or ACK. ENQ or ACK stands for Enquiry or Acknowledgement, is used when there is no wrong receiver available on the link and having a dedicated path between the 2 devices so that the device capable of receiving the transmission is the intended one. ENQ or ACK coordinates which device will start the transmission and whether the recipient is ready or not. ENQ or ACK എന്ന് വെച്ചാൽ എൻക്വയറി ഓർ അക്നോളജ്മെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് അവിടെ റോങ് റിസീവർ ഇല്ലാന്നോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പാത്ത് അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ENQ or ACK. അതേപോലെ തന്നെ which device will start the transmission and whether the recipient is ready or not. ഏത് ഡിവൈസാണ് ഡാറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും റെസിപ്പിയൻ്റ് റെഡി ആണോ അല്ലയോ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് ENQ or ACK ആണ്. നെക്സ്റ്റ് ആണ് പോൾ ഓർ സെലക്ട്. പോൾ ഓർ സെലക്ട് മെത്തേഡ് ഓഫ് ലൈൻ ഡിസിപ്ലിൻ works with those topologies where one device is designated as a primary station and the other devices are secondary stations. അതിൽ ഫസ്റ്റ് വൺ ആണ് പോൾ. The poll mode is used when the primary device wants to receive some data from the secondary device. When a primary device wants to receive the data, then it asks each device whether it has anything to send. Poll or select method എന്ന് പറയുമ്പം ഒരു ഡിവൈസ് പ്രൈമറി സ്റ്റേഷനായിട്ടും വേറൊരു ഡിവൈസ് ബാക്കി ഡിവൈസസ് സെക്കൻഡറി സ്റ്റേഷൻസ് ആയിട്ടാണ് എടുക്കുക. ഇത് പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോഡ് യൂസ്ഡ് വെൻ പ്രൈമറി ഡിവൈസ് വാണ്ട്സ് ടു റിസീവ് സം ഡാറ്റ ഫ്രം ദ സെക്കൻഡറി ഡിവൈസ്. ഇത് യൂസ് ചെയ്യുക പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസസിന് ഡാറ്റ റിസീവ് ചെയ്യുമ്പോഴാണ്. അതിൽ പ്രൈമറി ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യുമ്പോൾ ഇറ്റ് ആസ്ക് ഈച്ച് ഡിവൈസ് വെദർ ഇറ്റ് ഹാസ് എനിത്തിങ് ടു സെൻഡ്. പിന്നുള്ളതാണ് സെലക്ട്. The select mode is used when the primary device has something to send. When the primary device wants to send some data, then it alerts the secondary device for the upcoming transmission by transmitting a select frame
One field of the frame includes the address of the intended secondary device. സെലക്ട് മോഡിൽ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴാണ്. അത് പ്രൈമറി ഡിവൈസിന് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഡിവൈസിന് അലേർട്ട് ചെയ്യും ബൈ ട്രാൻസ്മിറ്റിംഗ് എ സെലക്ട് ഫ്രെയിം. അതിൽ ആ ഫ്രെയിമിൽ ഒരു ഫീൽഡ് അഡ്രസ് ഓഫ് ദ ഇൻറ്റൻഡഡ് സെക്കൻഡറി ഡിവൈസ് ആയിരിക്കും. അടുത്തതാണ് ഫ്ലോ കൺട്രോൾ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് that tells the sender how much data it can transmit before the data overwhelms the receiver. The receiving device has limited speed and limited memory to store the data. Therefore, the receiving device must be able to inform the sending device to stop the transmission temporarily before the limits are reached. It requires a buffer, a block of memory for storing the information until they are processed. Two methods have been developed to control the flow of data: stop and wait, sliding window. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എത്ര ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സെൻറ്ററോട് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സാണ് ഫ്ലോ കൺട്രോൾ. റിസീവറിന് ലിമിറ്റഡ് സ്പീഡ്, ലിമിറ്റഡ് മെമ്മറി ഒക്കെ ഉണ്ടാവും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. അപ്പം ആ ലിമിറ്റിനെക്കാട്ടും കൂടുതൽ സെൻറ്റർ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിസീവിങ് ഡിവൈസ് മസ്റ്റ് ബി ഏബിൾ ടു ഇൻഫോം ദ സെൻഡിങ് ഡിവൈസ് ടു സ്റ്റോപ്പ് ദ ട്രാൻസ്മിഷൻ ടെമ്പറലി ബിഫോർ ദ ലിമിറ്റ്സ് ആർ റീച്ച്ഡ്. ലിമിറ്റ്സ് റീച്ച് ചെയ്യുന്നതിന് മുന്നേ സെൻഡിങ് ഡിവൈസിനോട് റിസീവിങ് ഡിവൈസ് ഇൻഫോം ചെയ്യണം ടെമ്പറലി. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഫ്ലോ കൺട്രോൾ. അതിൽ 2 മെത്തേഡാണുള്ളത്: സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും സ്ലൈഡിങ് വിൻഡോയും. നെക്സ്റ്റ് വൺ ഈസ് എറർ കൺട്രോൾ. Error control is a technique of error detection and retransmission. Categories of error control: stop and wait ARQ, sliding window ARQ. Sliding window ARQയിൽ തന്നെ രണ്ടെണ്ണുണ്ട്: ഗോ ബാക്ക് ഇന്നും സെലക്റ്റീവ് റിജക്റ്റും. എറർ കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെക്നിക് എറർ ഡിറ്റക്റ്റ് ചെയ്യാനും റീട്രാൻസ്മിഷൻ ചെയ്യാനും യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് എറർ കൺട്രോൾ. അതിൻ്റെ കാറ്റഗറീസാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, സ്ലൈഡിങ് വിൻഡോ ARQ. സ്ലൈഡിങ് വിൻഡോയിലുള്ള 2 സബ് ഡിവിഷനാണ് ഗോ ബാക്ക് ഇന്നും സെലക്റ്റീവ് റിജക്റ്റും. അപ്പോൾ ഇത്രയാണ് ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ പറയാനുള്ളത്. താങ്ക് യു.